എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈഫ് സേഫ്റ്റിയെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കാലവർഷ കെടുതിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപകടങ്ങൾ ഒത്തിരി കൂടാൻ സാധ്യതയുള്ള കാലാവസ്ഥയാണ്, എല്ലാവർക്കും അറിയാം. സോ ദയവ് ചെയ്ത് നമ്മുടെ സുരക്ഷിതത്വം പബ്ലിക് ആരും അല്ല നോക്കേണ്ടത്, നമ്മുടെ സുരക്ഷിതത്വം നാം തന്നെ നോക്കണം. അതിൽ പ്രധാനമായി വേണ്ടത് ഈ 6 മണി കഴിഞ്ഞാലുള്ള 2 വീലർ യാത്രകൾ മൊത്തം ഒഴിവാക്കുക. കാരണം വെള്ളക്കെട്ടുള്ള റോഡിൽ കുഴികളെക്കുറിച്ചൊന്നും കാണാൻ പറ്റില്ല, വെള്ളം കൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. നമ്മളൊരു 6 മണി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതില്ലാതെ വല്ല കുഴിയിൽ വീഴും, അപ്പോൾ തന്നെ നമ്മൾ റോഡിൽ വീഴും. അപകടം കൂടുതൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ പണികളും നിങ്ങളുടെ എല്ലാ അപ്പോയിൻമെൻറ്റ്സ് ഫിനിഷ് ഇറ്റ് ബിഫോർ 6 o'clock. 6 മണി കഴിഞ്ഞാൽ യു ബി ഇൻ ദ ഹോം. പിന്നെ ചിലവർക്ക് ഒരു ഇതുണ്ട്, ഒരു 7 മണി 8 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു ഡിമാൻഡ് കിച്ചണിൽ നിന്ന് വീട്ടിൽ നിന്ന് പറയും, എന്തെങ്കിലും ഫുഡ് സ്റ്റഫ് എന്തെങ്കിലും വാങ്ങി വരാം, ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഒഴിവാക്കണം. അതെല്ലാം ഡു ഇറ്റ് ബിഫോർ 6 o'clock. പിന്നെ കഴിയുന്നതും അടുത്തുള്ള ഷോപ്പുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5 minutes വാക്കിങ്ങിനുള്ള ഒരു ഡിസ്റ്റൻസ് ആണെങ്കിൽ ദയവ് ചെയ്യുന്നത് അപ്പോഴത്തെ 2 വീലർ എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് വാക്ക്. നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് ഈ നടക്കുക എന്നുള്ളത്. നടത്തം ഇപ്പോൾ സപ്പോസ് ഒരു 5 minute വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ 1 minute യു ആർ പാസിങ് അറൗണ്ട് 600 സ്റ്റെപ്പ്. 5 minutesൽ 1 minute നിങ്ങൾ 60 സ്റ്റെപ്പ് കവർ ചെയ്യുകയാണ്, നടക്കുകയാണ് 1 minute. അതായത് 1 minute 60 സ്റ്റെപ്പ് നടക്കുമ്പോൾ 60 × 10, അതായത് 600 സ്റ്റെപ്പ് നിങ്ങൾ വെച്ചിട്ട് 5 minute പോകാനും 5 minute വരാനും. അപ്പോൾ 600 സ്റ്റെപ്പ് നിങ്ങൾ നടന്നു കഴിയുമ്പോൾ ഈ പെർ സ്റ്റെപ്പ് ആവറേജ് 2 അടിയാണ്. ദാറ്റ് മീൻസ് 1200 feet നിങ്ങൾ ആൾറെഡി നടന്നു കഴിഞ്ഞു. അത് വലിയൊരു നേട്ടം തരുന്നതാണ് ശരീരത്തിന്. ഇല്ലെങ്കിൽ ഓഫീസിലിരുന്ന് ഈ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരുന്ന് യു വിൽ ബി ഗെറ്റ് ഫെഡ് അപ്പ്. ഇതൊക്കെ ഒരു വ്യായാമമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഗെറ്റ് ബ്രീത്തിങ് കിട്ടുന്നു, കൈകാലിന് വളരെ ഇത് കിട്ടുന്നു, എനർജറ്റിക് ആവുന്നു. അങ്ങനെ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൊണ്ടുവരിക. ഒന്ന്. രണ്ടാമത്, ഈ അപകടം ഏറ്റവും കൂടുതൽ പതിയിരിക്കുന്നത് സൗകര്യങ്ങൾ അധികമാകുമ്പോഴാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പോകണമെങ്കിൽ കാറാണെങ്കിൽ കാറുണ്ടാകും, 2 വീലർ ആണെങ്കിൽ 2 വീലർ കാണും, അല്ലെങ്കിൽ സ്കൂട്ടറാണെങ്കിൽ ഇങ്ങനെ പലതും കാണും. അപ്പോൾ ഇത് സൗകര്യം കൂടുതൽ വരുമ്പോൾ നാം ആ സൗകര്യം കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവിടെ റെസ്പെക്റ്റ് കൂടുതൽ വരികയാണ്. സോ ബഹുമാനപ്പെട്ട പ്രധാനപ്പെട്ട നമ്മുടെ ഈ കുട്ടികളോട്, പെൺകുട്ടികളോട് ആൺകുട്ടികളോടും പറയുന്നു, 6 മണി കഴിഞ്ഞാൽ 2 വീലർ ഉപയോഗിക്കാതിരിക്കുക. എന്തുണ്ടെങ്കിലും അത് അതിനു മുമ്പ് എല്ലാം തീർക്കുക. ഈവനിങ് യു ആർ സ്പെൻഡിങ് ദ ടൈം വിത്ത് യുവർ ഹോംവർക്ക് ഓർ വാട്ട് എവർ ഇറ്റ് മേ വിത്ത് ദ ചിൽഡ്രൻ, പാരൻസ് എൻ്റെ പരിധി. അങ്ങനെ ഒരു പ്രാക്ടീസ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്ക് റേറ്റ് ഓഫ് ആക്സിഡൻറ്റ് വളരെ കുറവായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റിൻ്റെ പ്രധാന കാരണം ഇൻഡിവിജ്വൽസ് തന്നെയാണ്. നാം തന്നെയാണ് നമ്മുടെ ആക്സിഡൻ്റ് ഏറ്റവും വലിയ ഉത്തരവാദി. കാരണം നമ്മൾ സുരക്ഷിതമായിട്ടുള്ള സമയമല്ല യാത്രയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ നോർമലി ഒരു ബസ്സിന് പോയി വരാമെന്നുള്ള സ്ഥലത്ത് നിങ്ങൾ 2 വീലർ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ റിസ്പെക്റ്റാണ്. ഇതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ വി വിൽ ബി മോർ സേഫ്. സോ എല്ലാ ജനങ്ങളോടും പറയുന്നു, ഈ മഴക്കാലത്ത് 2 വീലറിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. അത് ഏറ്റവും കൂടുതൽ അപകടം വിളിച്ചു വരുന്ന ഒന്നാണ്. രണ്ടാമത്, കഴിയുന്നതും സ്പീഡിൽ വണ്ടി ഓടിക്കാതിരിക്കുക. വെള്ളക്കെട്ടുള്ള റോഡിൽ ഒരു രീതിയിലും രാത്രി വാഹനം
ഓടിക്കാതിരിക്കുക. കഴിയുന്നതും സുരക്ഷിതമാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നോ അത്ര കണ്ട് നാം സുരക്ഷിതരാകുകയാണ്. ഇപ്പോൾ നമ്മളൊന്ന് ന്യൂസ് പേപ്പർ എടുത്താൽ നമുക്കറിയാൻ പറ്റും എത്ര ആൾക്കാരാണ് അപകടത്തിൽ മരിക്കുന്നതെന്ന്. അത് മോസ്റ്റ് പ്രോബബ്ലി ടൂ വീലറാണ്. കാരണം ടൂ വീലറിന് ആക്സിഡൻ്റ് ആകാൻ ചാൻസസ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. അത് നാം ഇൻഡിവിജ്വൽസ് വിചാരിച്ചാൽ ആക്സിഡൻറ്റിൻ്റെ റേഷ്യോ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നു, ഈ മൺസൂൺ സീസൺ തീരുന്നത് വരെ കഴിവതും ടൂ വീലറിൻ്റെ ഉപയോഗം കുറയ്ക്കുക. മാക്സിമം ഉള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നതിനർത്ഥം വിൻ്റർ കഴിഞ്ഞാൽ പിന്നെ സമ്മർ വരുമ്പോൾ ബൈക്കെല്ലാം ഓടി, അങ്ങനെയല്ല. യു മേക്ക് എ പോളിസി. 6 മണി കഴിഞ്ഞാൽ ഒരു ടൂ വീലറിൻ്റെ യാത്ര മൊത്തം അങ്ങ് നിർത്തുക. ബൈ ചാൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോൾ ദാറ്റ് വി കനോട്ട് ഹെൽപ്പ് യു ഇറ്റ്. അതല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് 6 മണി കഴിഞ്ഞാൽ ഈ ബൈക്കും കൊണ്ടുള്ള കസർത്ത് ഒന്ന് നിർത്തിയേക്കുക. ഇറ്റ്സ് നോട്ട് എ സേഫ്. സോ ഈ മൺസൂൺ സീസണിൽ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, സുരക്ഷിതം ഉറപ്പാക്കേണ്ടത് നാം തന്നെയാണ്. മറ്റാരും നമ്മുടെ സുരക്ഷിതത്തിന് കാരണക്കാരാകില്ല. അവരെല്ലാം നമ്മുടെ അപകടത്തിനായിരിക്കും. അപകടത്തിൽ പെടുമ്പോൾ അതിൻ്റെ കാരണക്കാരാരാണെന്ന് നമുക്ക് അപ്പോഴൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. സോ ഈ നാളുകൾ നമ്മുടെ ഈ സീസൺ തീരുന്നത് വരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ആക്സിഡൻ്റ് ഇല്ലാത്ത ഒരു ലൈഫ് ചൂസ് ചെയ്യുക. ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാം ലൈഫിൽ കൊണ്ടുവരിക. എല്ലാവർക്കും നല്ലത് വരട്ടെ. സുരക്ഷിതമായി ഓരോ ദിവസങ്ങളും കടന്നു കിട്ടട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.